ഈ ലോകത്തെ ഇന്ന് കാണുന്ന നന്മയിലേക്ക് നയിച്ചത് എന്ന് സ്വാമിജി പറഞ്ഞപ്പോൾ ഭാരതത്തിന്റെ ഭരണഘടനയുടെ പ്രിയാമ്പിളും വാസ്തവത്തിൽ സുവിശേഷത്തിലെ അഷ്ടസൗഭാഗ്യങ്ങളും ചേർത്ത് വെച്ചാല് ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും കൂട്ടായ്മയുടെ പാത തെരഞ്ഞെടുക്കാന് അവരൊരുമിക്കാൻ ഉള്ള ചർച്ചകൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് ക്രൈസ്തവ സമുദായങ്ങളുമായിട്ടുള്ള ഇഴയടുപ്പം മാത്രമല്ല ഇതര സമുദായങ്ങളുമായിട്ട് കൂടി നമ്മൾ സൗഹൃദത്തിലും സ്നേഹത്തിലും കഴിയേണ്ടതുണ്ട്. സുവിശേഷത്തിന്റെ ഏതെങ്കിലും ഒരു മൂല്യത്തെ ബലികെടുത്തുകൊണ്ട് നാം പടുത്തുയർത്തുന്ന സമുദായ സങ്കല്പങ്ങൾക്കൊന്നിനും ക്രൈസ്തവം എന്ന പേരിന്റെ പിന്തുണയുണ്ടാവില്ല. സാഹോദര്യത്തിന്റെ പാനപാത്രത്തിൽ വിഷം കലർത്തുന്നവരെ കുറിച്ച് ദീപിക അടുത്ത കാലത്ത് ഒരു എഡിറ്റോറിയൽ എഴുതുകയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ദീപികയ്ക്കെതിരെയും അവർ ചീത്ത വിളിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ചീത്ത വിളിക്കാൻ സോഷ്യൽ മീഡിയയിൽ കൊട്ടേഷൻ എടുത്ത ചില സംഘങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ അതിനെക്കുറിച്ച് അല്പം പോലും വറീഡല്ല. അവര് എനിക്ക് വേണ്ടി എഴുതി പരാജയപ്പെടും. കാരണം എന്താന്ന് ചോദിച്ചാൽ ഞാൻ ഈ സാധനം വായിക്കുകയില്ല. സാമുദായികമായി സിറോ മലബാർ സഭ വലിയ പ്രതിസന്ധിയിലാണ് എന്നൊക്കെ ആളുകൾ പറയുമെങ്കിലും അങ്ങനെ ഒരു വിചാരം എൻ്റെ മനസ്സിലില്ല. കാരണം ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലായിടത്തും ഉണ്ട്. അതിന് സമാനമായി നമ്മുടെ സഭയിലുമുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഈ പ്രതിസന്ധികളൊന്നും സഭയെ നിർവീര്യമാക്കാനോ ദുർബലമാക്കാനോ പര്യാപ്തമല്ല. കാരണം സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന ഈ സഭ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരമാണ് എന്നുള്ളത് കൊണ്ടാണ് അത് അജയ്യമായും ഹൃദ്യമായും നിലകൊള്ളുന്നത് എന്ന തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആവശ്യമുണ്ട്. സഭ ഈ ലോകത്ത് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ സത്യം അത് ക്രിസ്തുവിന്റെ സുവിശേഷം. കുടുംബജീവിതത്തെ കുറിച്ച് കേരളത്തിലെ ഒരു വലിയ സ്വാമിജിയുമായിട്ട് സംസാരിക്കാൻ എനിക്കിടവന്നു. പ്രകാശാനന്ദ സ്വാമികളാണ് നമ്മുടെ ശ്രീനാരായണ ധർമ്മപരിപാലന സംഘത്തിന്റെ തലവനായിട്ട് ശിവഗിരി മഠാധിപതിയായിരുന്ന അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹനോട് ചോദിച്ചു, ഈ കുടുംബം എന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ക്രിസ്തു പഠിപ്പിച്ചതിലെ ഏറ്റവും യുണീക്കായ സത്യം എന്താന്ന് ഞാൻ പലതും പറഞ്ഞു നോക്കി. പുള്ളി സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു സുല്ല്, ഞാൻ തോറ്റു, പറഞ്ഞോളാം. അവസാനം അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് കുടുംബത്തെ കുറിച്ച് ക്രിസ്തു പറഞ്ഞത് ഒരു പുരുഷന് ഒരു സ്ത്രീ, ഇതാണ് ക്രിസ്തുവിന്റെ ദർശനം. അദ്ദേഹം പറഞ്ഞു, ക്രിസ്തു ജനിച്ച സമുദായത്തിൽ പുരുഷന് 7 വിവാഹം കഴിക്കാമായിരുന്നു. യഹൂദരുടെ സ്ത്രീകൾക്ക് എത്ര വരെയും കഴിക്കാമായിരുന്നു? ഒന്നേ ഉള്ളെന്ന് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. 5 തവണ വരെയും കഴിക്കാമായിരുന്നു. അതാ സമറിയാക്കാരി സ്ത്രീ പറഞ്ഞത് 5 പേരെ കഴിച്ചു എന്ന് പറയുന്നതിന്റെ കാരണം അത്. അവളതും പോരാഞ്ഞിട്ട് അവൾ 6ാമത് ഒന്നിനെയും കൂടെ പോയി കെട്ടി. അതാണ് പ്രശ്നമായത്. അത് വ്യവസ്ഥാപിത വിവാഹമല്ല എന്ന് ഈശോ വിധിക്കുന്നത്. വിവാഹത്തെ കുറിച്ച് ഇങ്ങനെ വളരെ സങ്കീർണമായ നിലപാടുകൾ സമൂഹങ്ങൾ പുലർത്തിയ കാലത്താണ് ക്രിസ്തു എന്ന് പറഞ്ഞത് ഒരു പുരുഷന് ഒരു സ്ത്രീ. ആ ഒരു സുവിശേഷത്തിന്റെ മൂല്യമാണ് ഈ ലോകത്തെ ഇന്ന് കാണുന്ന നന്മയിലേക്ക് നയിച്ചത് എന്ന് സ്വാമിജി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതൊരു വലിയ സത്യമാണ്. സുവിശേഷം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്ത് ഒരു സമുദായത്തെ രൂപീകരിക്കാൻ പര്യാപ്തമായ സത്യമാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സുവിശേഷത്തെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം എന്ന് പറയുന്നത് അവരനെ വളരാനും വിജയിക്കാനും അനുവദിക്കുന്നിടത്താണ് നമ്മുടെ വളർച്ച സാധ്യമാകുന്നത് എന്ന്. മതവും രാഷ്ട്രീയവും രണ്ടും രണ്ടായി നിൽക്കുന്നതായിരുന്നു നല്ലത്. പക്ഷേ
ഇവിടെ മതവും രാഷ്ട്രീയവും തമ്മിൽ വേർതിരിവില്ല എന്ന് മാത്രമല്ല, മതത്തിന്റെ രൂക്ഷ തീവ്രഭാവങ്ങൾ തന്നെ രാഷ്ട്രീയമായി പുനരവതരിപ്പിക്കപ്പെടുമ്പോൾ ക്രൈസ്തവന് രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കാതെ, അവന്റെ സമുദായത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ടു പോകാനാവില്ല. പ്രിയപ്പെട്ടവരെ, ജനാധിപത്യം എന്നത് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിന്റെ ആകത്തുകയാണ് എന്നുള്ളത് തികച്ചും തെറ്റായ ധാരണയാണ്. ഒരു സമൂഹത്തിലെ ഭൂരിപക്ഷം അംഗങ്ങൾ സംഘടിച്ചു വന്നാൽ എന്തും ചെയ്യാൻ പറ്റുന്നത് ജനാധിപത്യമാണ് എങ്കിൽ ഉത്തരേന്ത്യയില് പശുവറച്ചു തിന്നു എന്ന് സംശയിച്ചതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട ആൾക്കൂട്ട കൊലപാതകങ്ങളൊക്കെയും നീതീകരിക്കപ്പെടേണ്ടി വരും. കാരണം അവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ മനസ്സ് അവനെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ഭൂരിപക്ഷത്തിന്റെ വിചാരങ്ങളും വികാരങ്ങളും അനിയന്ത്രിതമായി പ്രകടിപ്പിക്കപ്പെടുന്നതാണ് ജനാധിപത്യമെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലത്ത് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ മൂല്യം ഞാൻ വിചാരിക്കുന്നത് സുവിശേഷത്തിന്റെ മൂല്യമാണ്. ഭാരതത്തിന്റെ ഭരണഘടനയുടെ പ്രിയാമ്പിളും വാസ്തവത്തിൽ സുവിശേഷത്തിലെ അഷ്ടസൗഭാഗ്യങ്ങളും ചേർത്ത് വെച്ചാല് അത് ഒരേ ആത്മാവിനാൽ പ്രചോദിതമാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം സാഹിത്യത്തെക്കുറിച്ച്, സമത്വത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച് ഭരണഘടന സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ഒരു മൂല്യബോധത്തെ മുറുകെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് സമുദായം ശക്തിപ്പെടാനുള്ള ഒന്നാമത്തെ വഴിയായിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു സമുദായ ബോധം വളരെ ആഴത്തിലും അർത്ഥപൂർണമായിട്ടും നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന സത്യം ഓർക്കുക. കേവലം ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമല്ല, ലിഖിത രൂപത്തിലുള്ള ഒരു നൈയാമിക വ്യവസ്ഥിതിക്കുള്ളിൽ ഭൂരിപക്ഷം തങ്ങളുടെ അവകാശം വിനിയോഗിക്കുമ്പോഴേ അത് ജനാധിപത്യമാവുള്ളൂ. ആ നൈയാമിക വ്യവസ്ഥിതിയുടെ പേരാണ് ഈ രാജ്യത്തെ ഭരണഘടന എന്ന് പറയുന്നത്. ആ ഭരണഘടനയുടെ മൂല്യങ്ങൾ നിൽക്കുന്ന ഭൂരിപക്ഷ ചിന്തയ്ക്ക് മാത്രമേ ജനാധിപത്യത്തെ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഭരണഘടനയെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഭൂരിപക്ഷ ചിന്തകൾ ഇന്ന് വളരെ തീവ്രഭാവങ്ങൾ ആർജിക്കുന്നുണ്ട്. പക്ഷെ അത് അപകടകരമായ ഒരു ഭാവമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രൈസ്തവ സമുദായത്തിന്റെ പുരോഗതിക്ക് നാം മുറുകെ പിടിക്കേണ്ട മൂല്യം എന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന മൂല്യങ്ങൾ തന്നെയാണ് എന്നുള്ള സത്യം നമുക്ക് ഓർത്തിരിക്കും. രണ്ടാമതായി, നമ്മുടെ സമുദായത്തെ മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ അതിന്റെ ചരിത്രം ശരിയായ ദിശയിലും രീതിയിലും വായിച്ചെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ ചരിത്രം, കേരളത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ ഒരു 13ഓളം കേരള ചരിത്രങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഭൂരിപക്ഷവും കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ചരിത്രങ്ങളാണ് എങ്കിൽ ശേഷിക്കുന്നവ സംഘപരിവാറിന്റെ പക്ഷത്ത് നിന്ന് രചിക്കപ്പെട്ട കേരള ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ കേരള സമുദായത്തിന്റെ രൂപീകരണത്തിന് ക്രൈസ്തവം നൽകിയ സംഭാവനകളെ കുറിച്ച് ഈ പറഞ്ഞ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒന്നിലും ഒരു പരാമർശവും ഉണ്ടാവില്ല എന്നുള്ളത് പരമാർത്ഥമായ വസ്തുതയാണ്. മറിച്ച് സമുദായം ശക്തിപ്പെടണമെങ്കിൽ നമ്മുടെ ചരിത്രത്തെ കുറിച്ച് വ്യക്തമായ അവബോധം വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ മലബാറിൽ അതിരൂപത സ്ഥാപിച്ച കാർഡിനൽ ടിസറന്റിന്റെ പ്രസിദ്ധമായ വാചകം നമ്മുടെ പിതാമഹനായ വള്ളോപ്പള്ളി പിതാവ് ആവർത്തിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഐ ലവ് യുവർ ചർച്ച് ബിക്കോസ് ഐ നോ യുവർ ഹിസ്റ്ററി. സഭയെ സ്നേഹിക്കണമെങ്കിൽ സഭയുടെ ചരിത്രം പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത്, അതിനുള്ള കർമ്മപദ്ധതികൾ നമ്മളുടെ വരും തലമുറയ്ക്ക് വേണ്ടി ഒരുക്കാൻ ഈ എപ്പാർക്കിയൽ അസംബ്ലിയിലൂടെ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി നമ്മുടെ സമുദായത്തെ
ശക്തിപ്പെടുത്താൻ സമുദായങ്ങൾ കൂട്ടായ്മയെ ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം. ക്രൈസ്തവർ ഒരുമിച്ച് നിന്നാൽ അത് അജയ്യമായൊരു ശക്തിയാണ്. ആ ശക്തി നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത് പല കാരണങ്ങളാൽ ഭിന്നിപ്പിക്കപ്പെട്ടു നമ്മൾ എന്നുള്ളത് സത്യമാണ്. പരിശുദ്ധ ശ്ലീഹ മാർത്തോമാ ശ്ലീഹായുടെ പിൻഗാമികളായിരുന്നു കേരളത്തിലെ ക്രൈസ്തവരെന്ന് നമുക്കറിയാം. ആ പരിശുദ്ധ തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിന്റെ പിന്തുടർച്ചക്കാരാണ് ഇവിടുത്തെ എല്ലാ മാർത്തോമാ പാരമ്പര്യമുള്ള സഭകള്. പക്കോമിയസ് പിതാവ് ഉൾപ്പെടെ നാം എല്ലാവരും ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് ചരിത്രത്തിന്റെ നാൾ വഴികളിൽ എവിടെയോ വെച്ച് പല കാരണങ്ങൾ ന്യായീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും കാരണങ്ങളുണ്ട്. കാരണങ്ങളുടെ പേരിൽ നാം ഭിന്നിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിലെ ഭിന്നത ഇവിടുത്തെ ക്രൈസ്തവ സമുദായത്തിന്റെ വളർച്ചയ്ക്ക് അങ്ങേയറ്റം അപകടകരമാണ്. ആഫ്രിക്കൻ അടിമത്തത്തെ കുറിച്ച് എഴുതപ്പെട്ട ഒരു നോവല് ഞാൻ വായിക്കുകയുണ്ട്. ആഫ്രിക്കയിലേക്ക് യൂറോപ്യൻസ് കപ്പലുമായി വന്നു. അടിമകളായ ആളുകളെ പിടിച്ചുകൊണ്ടു പോകാൻ ഗോത്രങ്ങൾ തമ്മിൽ കലാപം ഉണ്ടായപ്പോൾ അവർ ചെയ്തത് ശത്രു ഗോത്രത്തിലെ അംഗങ്ങളെ, ആഫ്രിക്കയിലെ വംശജര് ശത്രു ഗോത്രങ്ങളെ പിടിച്ചു കൊടുത്തു. ഇവരെ കൊണ്ടുപോക്കൂ എന്ന് പറഞ്ഞ് പിടിച്ചു കൊടുത്തു. ആ ഗോത്രക്കാര് തീർന്നപ്പോൾ അവരെന്ത് ചെയ്തു? പിടിച്ചു കൊടുത്തവന്മാരെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി. സത്യത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ചും ഈ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ കൂട്ടായ്മയെ കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കും. ഇന്നലെ ഞാൻ പത്രത്തിൽ വളരെ സന്തോഷകരമായ ഒരു വാർത്ത വായിച്ചു. ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും കൂട്ടായ്മയുടെ പാത തെരഞ്ഞെടുക്കാൻ അവർ ഒരുമിക്കാൻ ഉള്ള ചർച്ചകൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് ഓർത്തഡോക്സ് സഭ തന്നെയാണ് അതിന് മുൻകൈ എടുത്തത് എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അവർക്ക് മുൻകൈ എടുക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും കൈപ്പിടിയിൽ എത്തിയതാണ്. എന്നിട്ടും കൂട്ടായ്മയുടെ കരം നീട്ടാൻ സൗമനസ്യം കാണിക്കുന്ന നിങ്ങളുടെ സഭയോടും വലിയ പിതാവിനോടും ഞങ്ങൾക്കുള്ള ആദരവും സ്നേഹവും ഹൃദയപൂർവ്വം അറിയിക്കുക. അവിടെ കൊണ്ടും ആ കൂട്ടായ്മ നിൽക്കരുത്. നമ്മൾ 1653 പിരിവും കൂടി തിരിച്ച് നമുക്കെല്ലാവർക്കും ഇതുപോലത്തെ ഉടുപ്പൊക്കെ റെമ്യൂജിയസ് പിതാവൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാല് നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് അപ്രകാരമുള്ള ഉടുപ്പുകൾ. പ്രിയപ്പെട്ട പിതാവേ, നമ്മൾ കൂട്ടായ്മയുടെ ഇപ്രകാരമുള്ള ഹൃദ്യമായ ഓർമ്മപ്പെടുത്തലുകളും അതിനുവേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങളും ഇല്ല എങ്കിൽ ഈ കാലഘട്ടത്തിലെ ദൈവജനത്തോട് നേതൃത്വം ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായത് വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു കൂട്ടായ്മയുടെ വിചാരങ്ങളും വികാരങ്ങളും അത് എത്രമേൽ നമുക്ക് തീക്ഷ്ണമായി തീവ്രമായി ചെയ്യാൻ കഴിയുമോ അത്രയും ആത്മാർത്ഥതയോടെ ചെയ്യാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നാലാമതായി എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്, നമ്മൾ ക്രൈസ്തവ സമുദായങ്ങളുമായിട്ടുള്ള ഇഴയടുപ്പം മാത്രമല്ല, ഇതര സമുദായങ്ങളുമായിട്ട് കൂടി നമ്മൾ സൗഹൃദത്തിലും സ്നേഹത്തിലും കഴിയേണ്ടതുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാനിപ്പോ ഇത് പറഞ്ഞതിന്റെ പേരിൽ നാളെ എന്നെ ചീത്ത വിളിക്കാൻ സോഷ്യൽ മീഡിയയിൽ കൊട്ടേഷൻ എടുത്ത ചില സംഘങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ അതിനെക്കുറിച്ച് അല്പം പോലും വറീഡല്ല. അവര് എനിക്ക് വേണ്ടി എഴുതി പരാജയപ്പെടും. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഈ സാധനം വായിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് അവരെനിക്ക് വേണ്ടി എഴുതിയ തെറികൾ നാട്ടുകാർ മുഴുവൻ വായിച്ചാലും ഞാൻ വായിക്കുകയില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അത് ഞാനെടുത്ത 4ാമത്തെ വ്രതമാണ്. ദാരിദ്ര്യവും ബ്രഹ്മചര്യവും അനുസരണവും പോലെ ഈ ചപ്പും ചവറും വായിക്കുകയില്ല എന്നുള്ളത് ഒരു വ്രതമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നു. അതുകൊണ്ട് വെറുതെ എഴുതി നേരം കളയുന്നവരെ ഞാൻ ഭയപ്പെടുന്നുമില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ കേരള സമുദായം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂട്ടായ്മയിൽ ജീവിച്ചൊരു സമുദായം. ആരൊക്കെ മുൻകൈയെടുത്ത് നമ്മളെ തമ്മിൽ ഭിന്നിപ്പിക്കാനും കലഹിക്കാനും
പരിശ്രമിക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വൈദികരുൾപ്പെടെ ഇത്തരത്തിലുള്ള ഭിന്നതയുടെ സ്വരം പുറപ്പെടുവിക്കുന്നത് കാണുമ്പോൾ നമ്മൾ തെറ്റായ വഴിയിലാണ് സഞ്ചരിക്കുക. കാരണം സുവിശേഷത്തിന് ഒരു വഴിയേ ഉള്ളൂ, അത് സ്നേഹത്തിന്റെ വഴിയാണ്, സാഹോദര്യത്തിന്റെ വഴിയാണ്. എല്ലാ മതങ്ങളും എല്ലാ ഒരു പുഴ പോലെ, വിവിധ പുഴകൾ പോലെ ഒരു സമുദ്രത്തിലേക്ക് ഒഴുകുന്നു എന്നുള്ള ചിന്തയല്ല ക്രൈസ്തവന്റെ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. ക്രൈസ്തവന്റെ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് വളരെ കൃത്യവും വ്യക്തവുമായ ഭാഷയിൽ ബെനഡിക്റ്റ് മാർപ്പാപ്പ നിർവചിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ 2 തിരുവെഴുത്തുകളിൽ അത് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: ദൈവം പിതാവാണ്. ആ ദൈവത്തിന്റെ മക്കളാണ് ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ ഛായയിൽ, സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എങ്കിൽ നമുക്കെല്ലാ മതസ്ഥരും, ഇന്നാട്ടിലെ സകല ഹൈന്ദവ സഹോദരങ്ങള്, ഇന്നാട്ടിലെ മുസ്ലിം സഹോദരങ്ങള്, ഇന്നാട്ടിലെ നിരീശ്വരവാദികള്, എല്ലാവരും നമുക്ക് ദൈവപിതാവിന്റെ മക്കളാണ്, സഹോദരങ്ങളാണ്. ആ ഒരു സാഹോദര്യത്തിന്റെ ചിന്തയിൽ വിഷം പുരട്ടാൻ ആരെങ്കിലുമൊക്കെ ശ്രമിക്കുന്നെങ്കിൽ സാഹോദര്യത്തിന്റെ പാനപാത്രത്തിൽ വിഷം കലർത്തുന്നവരെ കുറിച്ച് ദീപിക അടുത്ത കാലത്ത് ഒരു എഡിറ്റോറിയൽ എഴുതുകയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ദീപികയ്ക്കെതിരെയും അവർ ചീത്ത വിളിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. പക്ഷേ അതൊരു സത്യമാണ് പ്രിയപ്പെട്ടവരെ. സാഹോദര്യത്തെ, സ്നേഹത്തെ, സമത്വത്തെ നാം വിസ്മരിച്ചാല് നമ്മളും മറ്റുള്ളവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു കാര്യം ശരിയാണ്, 80കളുടെ അവസാനം മുതല് മലപ്പുറത്തെ ഏതാനും ചില ഗ്രൂപ്പുകാര് വളരെ ശക്തമായി നീച്ചെ ഓഫ് ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞ് ക്രൈസ്തവ വിശ്വാസത്തെ അധിക്ഷേപിച്ചുകൊണ്ട് വലിയ പ്രചാരണങ്ങളും പ്രസിദ്ധീകരണങ്ങളും നടത്തുകയുണ്ട്. അതിനെതിരെയുള്ള ഒരു സാമുദായിക പ്രതിഫലനം, വികാരം ഉണർന്നു വരിക സ്വാഭാവികമാണ്. നമ്മുടെ വിശ്വാസത്തെ പരിരക്ഷിക്കാനും പ്രതിരോധിക്കാനുമുള്ള അത് മികച്ച ന്യായയുക്തവുമാണ്. എന്നാൽ ആ ഒരു അവസരത്തെ വിദഗ്ധമായി മുതലെടുത്തുകൊണ്ട് നമ്മളുടെ ന്യൂനപക്ഷ സമുദായങ്ങളെ ഭിന്നിപ്പിക്കാൻ ചിലര് ബോധപൂർവം നടത്തിയ ശ്രമങ്ങളെ, അതിൻ്റെ ഉള്ളിലെ അപകടങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നുള്ളത് നമുക്ക് പറ്റിയ ഒരു സാമുദായിക വീഴ്ചയാണ്. ആ വീഴ്ചയെ തിരുത്താൻ സുവിശേഷം തന്നെയാണ് നമുക്ക് എല്ലാ കാലത്തും മാർഗദീപം. സുവിശേഷത്തിന്റെ ഏതെങ്കിലും ഒരു മൂല്യത്തെ വിലയിരുത്തിക്കൊണ്ട് നാം പടുത്തുയർത്തുന്ന സമുദായ സങ്കല്പങ്ങൾക്കൊന്നിനും ക്രൈസ്തവം എന്ന പേരിന്റെ പിന്തുണയുണ്ടാവില്ല എന്ന സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. നാം മറ്റെല്ലാവരോടും കലഹിച്ച് ഒറ്റപ്പെട്ട് മാറി നിൽക്കുക എന്നുള്ള ആ ഒരു നിലപാട് മാറ്റം, നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായി അഡ്രസ് ചെയ്യാൻ. തീർച്ചയായും ആ വിഷയത്തെ ഇപ്പൊ EWSന്റെ 80-20% എന്നുള്ള ആ വിഷയം തന്നെ നമ്മൾ എടുക്കുക. നമ്മുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ജനസംഖ്യാനുപാതത്തില് നമുക്കത് ലഭിച്ചില്ല എന്നുള്ള പ്രതിസന്ധിയുണ്ട്. ഈ പ്രതിസന്ധി കോടതിയിലെ ഇടപെടൽ മൂലം നമുക്ക് ജനസംഖ്യാനുപാതികമായി കിട്ടാൻ വിധി വന്നു. ജനസംഖ്യാനുപാതികമായി ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ EWS സംവരണം വഴി ചുരുങ്ങിയത് ഒരു 35% വരെയെങ്കിലും നമുക്ക് ഈ സംവരണത്തിന്റെ ആനുകൂല്യം കിട്ടേണ്ടതാണ്. പക്ഷേ നമ്മുടെ സമുദായം കഴിഞ്ഞ വർഷം EWS വഴി നേടിയെടുത്തത് കേവലം 7% താഴെയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതിന് വേറെ ഏതെങ്കിലും സമുദായത്തെയാണോ നമ്മൾ പഴി പറയേണ്ടത്, അതോ നമ്മുടെ കൃത്യവിലോപത്തെയാണോ നമ്മൾ തിരുത്തേണ്ടത് എന്ന് ഗൗരവമായി ചിന്തിക്കും. നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നവര്
ഈ നാട്ടിൽ സംഘടിതമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിനുള്ള മറുമരുന്ന് എന്ന് പറയുന്നത് സമുദായ സ്പർദ്ധ വളർത്തുക എന്നുള്ളതല്ല. നമ്മുടെ പെൺമക്കളെ ചേർത്ത് പിടിക്കാൻ സമുദായം കരുത്തുറ്റതാവുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തെ മറക്കുന്ന ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുടെ പിന്നാലെ ദൈവജനത്തെ മേയാൻ വിടുന്നു എന്നുള്ളത് സഭാ നേതൃത്വം ചെയ്ത വലിയ അപരാധമാണ്. അത് ഞാൻ പിഴയാള് ചൊല്ലി ഏറ്റുപറയേണ്ട വിഷയമാണ് എന്ന് ഞാൻ വിചാരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സമുദായത്തിന് പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഒരു സംശയവുമില്ല കാര്യത്തില്. നമ്മുടെ സമുദായത്തിന്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്ന രീതിയിൽ സംഘടിതമായി പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ടാകാം, ചില തീവ്രവാദ സംഘടനകളുണ്ടാകാം. അവയെ തിരിച്ചറിയുവാനും അവയെ സമുദായത്തിന്റെ സംഘാതഭാവം കൊണ്ട് നേരിടാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മളെ രക്ഷിക്കാൻ സാമുദായികമായി ഉണരുക, പ്രശോഭിക്കുക, അത് മാത്രമേ വഴിയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരായി കലഹമുണ്ടാക്കിക്കൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവ സമുദായത്തെ വളർത്താം, ഉണർത്താം, പ്രചോദിപ്പിക്കാം എന്ന് പറയുന്നവരുടെ വാക്കുകൾ ഒരിക്കലും നമ്മുടെ വഴികളിൽ അന്ധകാരം പടർത്താതിരിക്കട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.